நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുവുന്തിയാർ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതായത് ശ്രേഷ്ഠമായ ഒരു തരത്തിലുള്ള ഉന്തുപാട്ടാണത്. പ്രാചീന ദ്രാവിഡ ദേശത്ത് പന്ത് കളിക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. രണ്ട് സ്ത്രീകൾ പരസ്പരം അഭിമുഖമായിരുന്ന് പന്ത് ഉന്തി കളിക്കുന്ന ഉന്തുപാട്ടാണ് ഈ നാടൻ ഗാനങ്ങളിൽ പെടുന്ന ഉന്തുപാട്ടുകൾ. അപ്പോൾ ഉന്തുപാട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു കളിയുമായി ബന്ധപ്പെട്ടതാണ്. ആ രണ്ട് പെൺകുട്ടികൾ പരസ്പരം പന്ത് കളിക്കുന്ന, പന്ത് ഉന്തി കളിക്കുന്ന, പന്തടിച്ച് കളിക്കുന്ന ഒരു സമയത്ത് അവർ പാടുന്ന പാട്ടുകളാണ് ഈ ഉന്തുപാട്ടുകൾ. അത് ദ്രാവിഡദേശം മുഴുവനും ഈ പന്ത് കളിപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പല പല രൂപാന്തരങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലും ആ ഉന്തുപാട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ഉന്തുപാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ആ രീതിയിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉന്തുപാട്ടുകൾ പഴയ നാടൻ ഗാനശാഖയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. കളിയുമായി, കുട്ടികളുടെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കളിയുമായി ബന്ധപ്പെട്ടാണ് ഈ പാട്ടുകൾ രൂപം കൊണ്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഉന്തുപാട്ടാണ് മാണിക്യവാചകർ തിരുവാചകത്തിൽ നിബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, എല്ലാ അധ്യായങ്ങളും അല്ലെങ്കിൽ തിരുവാചകം ഏറെക്കുറെ മുഴുവനും എന്ന് പറയാം, അത് നമ്മുടെ നാടൻ ഗാനശാഖയുമായിട്ട്, അതായത് ഫോക്ക് സോങ്ങുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ അധ്യായത്തിലും ഇതേപോലെ ഓരോ നാടൻ ഗാനശാഖയിലെ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി നാം ഓർക്കണം. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ ആകർഷകത്വം നിറഞ്ഞതാണ് ഈ നാടൻ ഗാന രീതികൾ. ആ നാടൻ ഗാന രീതികൾ സ്വീകരിച്ചതിലൂടെ മാണിക്യവാചകർ തിരുവാചകത്തിന് വളരെ വലിയൊരു പ്രശസ്തി നേടിക്കൊടുക്കുകയാണ്. അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാധ്യ പുരുഷനായി ശിവൻ മാറുന്ന കാഴ്ചയാണ് ഈ തിരുവാചകത്തിലുള്ള ഈ നാടൻ ഗാനശാഖകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഈ നാടൻ പാട്ടുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ച് ഹൃദയത്തിൽ തന്നെ വന്നു കൊള്ളുന്നവയാണ്. അപ്പോൾ ആ പാട്ടിന് ലാളിത്യവും ആത്മാർത്ഥതയും വളരെ കൂടിയിരിക്കും നാടൻ പാട്ടുകൾക്ക്. നാടൻ പാട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യവും അതിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ ഹൃദയ സമർപ്പണവുമാണ്. ഇവിടെ ഈ മൂന്നും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് തിരുവാചകത്തിൽ. വളരെ ലളിതമാണ് തിരുവാചകം, അതേസമയം തന്നെ വളരെ ഗഹനവുമാണ്. അതേപോലെ നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാർത്ഥത നിറഞ്ഞതാണ് ഇതിലെ ഓരോ ഭാവതരംഗങ്ങളും. അങ്ങനെ ഭാവത്തിൻ്റെ കാര്യത്തിലായാലും രൂപത്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും പരിപൂർണത തികഞ്ഞ, ജനഹൃദയങ്ങളെ വളരെയേറെ വശീകരിക്കുന്ന, ആകർഷിക്കുന്ന ഒന്നാണ് തിരുവാചകത്തിലെ ഭാഷയും അതിൻ്റെ രൂപസംവിധാനങ്ങളുമെന്നും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ശരിക്കും തിരുവാചകം എല്ലാ തരത്തിലും പൂർണ്ണത ഉൾക്കൊള്ളുന്നൊരു കാവ്യമാണ്. ശിവനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടല്ല,
മറിച്ച് കാവ്യാത്മകമായും അതിൻ്റെ രചനാപരമായും എല്ലാം തന്നെ വളരെ വളരെ പൂർണ്ണമായ ഒരു നിലയിലേക്ക് തിരുവാചകം എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് തിരുവാചകം ഇന്നും നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസിക് കാവ്യം എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ശിവപൂജ ചെയ്തുകൊണ്ട് ശിവനെ ആരാധിക്കുന്ന തരത്തിൽ തിരുവാചകം നിരന്തരം പഠനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക മാത്രമല്ല, അത് നിരന്തരം അത് ചൊല്ലി ആനന്ദിച്ച് ശിവാനന്ദ ലഹരിയിൽ മുഴുകുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും തമിഴകത്തുണ്ട്. അത് തമിഴ് ഭാഷയിൽ തന്നെയാണ് ചൊല്ലേണ്ടതും ആസ്വദിക്കേണ്ടതും. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തി ഒരുപാട് ചോർന്നു പോകുന്നുണ്ട്. എങ്കിലും മലയാളികൾക്ക് മനസ്സിലാകണമെങ്കിൽ മലയാളത്തിൽ തന്നെ അത് തർജ്ജമ ചെയ്ത് വിവരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിൻ്റെ മലയാള തർജ്ജമയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ശരിക്കും ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന മഹാകവിയുടെ പേരക്കുട്ടിയായ ഉള്ളൂർ എം പരമേശ്വരനും അതേപോലെ തിരുവല്ലം ഭാസ്കരൻ നായരും തർജ്ജമ ചെയ്ത തിരുവാചകമാണ് നമ്മളിപ്പോൾ പിന്തുടരുന്നത്. ഈ രണ്ട് പേരാണ് പ്രധാനമായിട്ടും തിരുവാചകത്തെ ഇത്രമേൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുകൂടി നമുക്ക്, അതുകൊണ്ട് അവരോടുകൂടി നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ തിരുവുന്തിയാർ എന്ന ഈ ഉന്തുപാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ശിവൻ്റെ യുദ്ധവിജയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ത്രിപുര ദഹനം ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിവൻ നടത്തിയ ത്രിപുര ദഹനം വളരെ വലിയ ഒരു ശത്രു സംഹാരമാണ്. അതേപോലെ തന്നെ ദക്ഷൻ്റെ ഗർവത്തെ ഇല്ലാതാക്കിയ ദക്ഷയാഗം മുടക്കിയ കഥയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് മഹാവിജയങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് യുദ്ധരംഗങ്ങളാണ് ഇവിടെ മാണിക്യവാചകർ ഈ ഉന്തുപാട്ടിൽ വിവരിക്കുന്നത്. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് അന്ധകാരമായ അജ്ഞാനമാണ്. അജ്ഞാനത്തിനെതിരെയുള്ള യുദ്ധമാണ്. അതായത് അറിവില്ലായ്മയ്ക്കെതിരെ അറിവ് നടത്തുന്ന, അല്ലെങ്കിൽ അജ്ഞാനത്തിനെതിരെ ജ്ഞാനം നടത്തി വിജയിച്ച കഥയാണിത്. അതാണ് ഈ യുദ്ധം എന്ന പ്രതീകത്തിലൂടെ അർത്ഥമാക്കുന്നത്. അജ്ഞാനത്തെയാണ്, ത്രിപുരന്മാരുടെ അജ്ഞാനത്തെയാണ് ഇല്ലാതാക്കിയത്. അതേപോലെ ദക്ഷൻ്റെ അഹങ്കാരമാകുന്ന അജ്ഞാനത്തെയാണ് ശിവഭഗവാൻ ഇല്ലാതാക്കിയത്. അപ്പോൾ ഇത് ജ്ഞാനവെറ്റി എന്ന് പറയും എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഉപശീർഷകം. ജ്ഞാനവെറ്റി എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ വിജയം. അറിവിൻ്റെ വിജയമായിട്ടാണ് ഈ യുദ്ധവിജയങ്ങളെ നാം കണക്കാക്കുന്നത്. അജ്ഞാനത്തിനെതിരെയുള്ള ജ്ഞാനത്തിൻ്റെ യുദ്ധവും ആ ജ്ഞാനത്തിൻ്റെ വിജയവുമാണ് നാം ഇവിടെ കാണുന്നത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. നോക്കൂ, വില്ല് വളയവേ പോരു തുടങ്ങവേ വിറച്ച മുപ്പരവുമെന്നുന്തിപ്പറ കരിഞ്ഞു പോയൊന്ന് ചെന്ന് ഉന്തിപ്പറ. അപ്പോൾ ത്രിപുര ദഹനത്തെക്കുറിച്ചിട്ടാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. വില്ല് വളയവയെ പോരു തുടങ്ങവേ വിറച്ചു മുപ്പുരം. അപ്പോൾ മുപ്പുരത്തെ ദഹിപ്പിക്കുന്ന മുപ്പുര വൈരിയായ ശിവൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. 3 പുരങ്ങൾ, ആ 3 പുരങ്ങളെ നശിപ്പിച്ച, മുപ്പുരത്തിൻ്റെ അധിപന്മാരെയും നശിപ്പിച്ച കഥയാണ് മാണിക്യവാചകർ ഇവിടെ പറയുന്നത്. നോക്കൂ അടുത്ത ഭാഗം. ഈരമ്പ് കണ്ടീല ഏകംബരൻ കയ്യിൽ ഓരമ്പേ പോരുമെന്നുന്തിപ്പറ മുപ്പുരമെരിക്കാനെന്ന് ഉന്തിപ്പറ. മുപ്പുരമെരിക്കാൻ വേണ്ടി ശിവഭഗവാൻ ഇതാ അമ്പ് തൊടുക്കുന്നു.
ഈരമ്പ് കണ്ടിയില്ല, ഒറ്റ അമ്പ് കൊണ്ട് തന്നെ ഈ പുരങ്ങൾ നശിപ്പിക്കാൻ ഏകാംബരനായ ശിവഭഗവാൻ, ഏകാംബരനാഥനായ ശിവനെയാണ് ഇവിടെ മാണിക്യവാചകർ കീർത്തിക്കുന്നത്. തച്ചൻ പണി തീർത്ത് തേര് ഇത് പൂർത്തിയായി അടിവച്ച് കയറവേ അച്ചുമുറിഞ്ഞാലും എരിഞ്ഞു മുപ്പുരമെന്നുന്തി പറ. അതായത് ദേവന്മാർ ഒരു തച്ചനെ കൊണ്ട് തേര് പണിയിച്ചു കൊടുത്തു. ആ തേരിൽ യുദ്ധത്തിന് വേണ്ടി ശിവൻ കയറിയപ്പോൾ ആ തേരിൻ്റെ അച്ചാണി മുറിഞ്ഞു പോയി. എന്നാലും യുദ്ധം ചെയ്ത് ശിവൻ മുപ്പുരങ്ങളെയും നശിപ്പിച്ചു, 3 പുരങ്ങളെയും നശിപ്പിച്ചു. അപ്പോൾ സ്വന്തം തേരിലെ അച്ചാണി തകർന്നിട്ടും ശിവൻ കൂട്ടാക്കിയില്ല. അതിലിരുന്നു കൊണ്ട് തന്നെ യുദ്ധം ചെയ്ത് വിജയിക്കുകയാണ് ശിവൻ ചെയ്തത്. കാക്കേണ്ട മൂവരെ കാവൽക്കാരാക്കിയോൻ അമ്പെയ്ത്തിൽ ചതുരനെന്ന് ഉന്തിപ്പറ. ഇളങ്കൊങ്കയാന്നൊരു മങ്കയ്ക്ക് തന്നെ മെയ്യിൽ പങ്കേകിയ ശിവനെ ഉന്തിപ്പറ. ശിവൻ 3 പുരങ്ങളുടെയും അധീശന്മാരായ അസുരന്മാരോട് പോരാടി ദേവന്മാർ ആ തേര് പണിയിച്ചു കൊടുത്തു. പക്ഷെ ആ തേരിൻ്റെ അച്ചാണി പോയി. എന്നിട്ടും ശിവൻ അവരെ 3 പുരങ്ങളെയും കത്തി നശിപ്പിച്ചു. അതേപോലെ കാക്കേണ്ട മൂവരെ കാവൽക്കാരാക്കിയോൻ. കാക്കേണ്ട മൂവരെ കാവൽക്കാരാക്കിയോ എന്ന് വെച്ചാൽ 3 പുരങ്ങളെയും എരിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ശിഷ്ടന്മാരായ 3 ശിവഭക്തന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരെ കൈലാസത്തിലേക്ക് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ മുപ്പുരത്തിലെ ശിവഭക്തന്മാരായ 3 ശിവഭക്തന്മാരുണ്ടായിരുന്നു. അതായത് ഓരോ പുരത്തിലും ഓരോ ശിവഭക്തൻ വീതം ശിവനെ ആരാധിച്ചിരുന്നു. ആ 3 പേരെയും ശിവൻ യുദ്ധത്തിൽ ത്രിപുരന്മാരെ നശിപ്പിച്ചിട്ട് അവരെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കാക്കേണ്ട മൂവരെ കാവൽക്കാരാക്കിനോൻ, എന്നിട്ട് അവിടുത്തെ ശിവഭൂത ഗണങ്ങളാക്കി മാറ്റി. അമ്പെയ്ത്തിൽ ചതുരനെന്നുന്തി പറ. അമ്പെയ്തുകൊണ്ട് ഈ 3 പുരങ്ങളെയും ശിവൻ നശിപ്പിച്ചു. അങ്ങനെ പാതിമെയ് പകുത്തു നൽകിയ പാർവതീദേവിക്ക് പകുത്തു നൽകിയ ശിവനെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പാടാം. ഇനി ഇത്രയുമാണ് മുപ്പുരങ്ങൾ ദഹിപ്പിച്ച ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 3 പുരങ്ങളെയും ഒരൊറ്റ അമ്പ് കൊണ്ട് തന്നെ നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ശിവഭക്തന്മാരെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവരെ തൻ്റെ ശിവഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകയും ചെയ്യുകയുണ്ടായി ശിവൻ. ഇനി അടുത്തത് ദക്ഷയാഗത്തെക്കുറിച്ചിട്ടാണ് തുടർച്ചയായിട്ട് പറയുന്നത്. നമുക്കതും കൂടെ നോക്കാം. യാഗം തടഞ്ഞു നിർത്തിയിടവേ ദേവന്മാർ ഓടിപ്പോയെന്നതോർത്ത് ഉന്തിപ്പറ ശ്രീരുദ്രനാഥൻ ഉന്തിപ്പറ. അപ്പോൾ യാഗം നടക്കുമ്പോൾ ശിവൻ അവിടെ ചെല്ലുകയും ആ യാഗത്തെ തകർക്കുകയും ചെയ്ത ആ സമയത്ത് ദേവന്മാർ യാഗം തടഞ്ഞു നിർത്തിയിടവേ ദേവന്മാർ ഓടിപ്പോയി. ദേവന്മാർ ഭയചകിതരായി ഓടിപ്പോയി. അപ്പോൾ ശിവൻ്റെ ശക്തിവിശേഷത്തെ ദേവന്മാർ ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ടോ യാഗത്തിൽ ശ്രീപതി ഹവിർഭാഗം കൈക്കൊണ്ട് ചാകാതിരുന്നോർത്ത് ഉന്തിപ്പറ. യാഗത്തിൽ ശ്രീപതി ഹവിർഭാഗം സ്വീകരിച്ച യജമാനൻ, ആ ശ്രീപതി ചാകാതിരുന്നോർത്ത് ഉന്തിപ്പറ. അദ്ദേഹവും ഓടിയ കൂട്ടത്തിലുണ്ട്. നാൻമുഖൻ താതൻ എന്നുന്തിപ്പറ. നാൻമുഖൻ താതനായ ആ ദക്ഷപ്രജാപതി ഓടിപ്പോയി. അതേപോലെ തന്നെ ബ്രഹ്മാവും, ദക്ഷപ്രജാപതിയുടെ പിതാവായ ബ്രഹ്മാവും യാഗഭൂമിയിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ പാവകൻ ഹവിസ് വിഴുങ്ങുവാനേന്തിയ പാണിയെ
എന്നുന്തിപ്പറ പാവകൻ. അഗ്നിദേവൻ ഹവിസ് വിഴുങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ആ പാണിയെ ശിവഭൂതഗണങ്ങൾ വെട്ടിവീഴ്ത്തി. അങ്ങനെ യാഗം മുടക്കി. ആ യാഗം മുടക്കിയ കഥ അല്ലയോ തൊഴി നീ പാടൂ. സതിയോട് പക പൂണ്ട ദക്ഷനെ ശുശിരനെ നോർപ്പതുമെന്ത് ഉന്തിപ്പറ. കൊഴുമുലയാൾക്ക് തൻ പാതിയായി പങ്കായി കൊടുത്തോനെ അറിയുന്നെന്ന് ഉന്തിപ്പറ. സതിയോട് പക പൂണ്ട ദക്ഷനെ, സതിയോട് സ്വന്തം മകളായ സതിയോട് ദേഷ്യം തോന്നിയ ആ ദക്ഷനെ തോൽപ്പിച്ച പരാജയപ്പെടുത്തിയ ശിവനെ പ്രകീർത്തിച്ച് പാടുക. ഇതാണ് ഈ ഉന്തുപാട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ അടുത്തുകൊണ്ട് നോക്കാം. ഉമ്പർകോൻ ആര് പൂങ്കുയിലായി മരക്കൊമ്പിലിരുന്നു എന്നുന്തിപ്പറ. ഉമ്പരാർകോൻ ദേവേന്ദ്രൻ മരക്കൊമ്പിലിരുന്ന് പൂങ്കുയിലായി ഈ രംഗങ്ങളെല്ലാം കണ്ട് പാടിയിരുന്നു. വാനവർ കോനവൻ ഉന്തിപ്പറ. വാനവരുടെ ദേവനായ ആ ദേവേന്ദ്രൻ ഈ രംഗത്തിനെല്ലാം സാക്ഷിയായിരുന്നു. യാഗത്തിൽ കോപത്താൽ വ്യാധരൻ തന്തല ഛേദിച്ച് വീഴ്ത്തി എന്നുന്തിപ്പറ. വ്യാധരൻ്റെ ശിരസിനെ ഇല്ലാതാക്കിയ ശിവഭഗവാനെക്കുറിച്ച് പാടുക. പിന്നെ വേദസിൻ പുത്രനെ ആട്ടിൻ തല വച്ച് ചേർത്തത് പാടിനി ഉന്തിപ്പറ. ദക്ഷ പ്രജാപതിക്ക് ആടിൻ്റെ തല വച്ച് ചേർത്ത അല്ലയോ ഭഗവാനെ ഞങ്ങൾ പാടിപ്പെടുത്തുന്നു. ഉണ്ണാൻ ചെന്നീടിന ഭഗൻ ഒളിച്ചോടാതെ കണ്ണ് പൊട്ടിച്ചു എന്ന് ഉന്തിപ്പറ. പിറവിയൊടുങ്ങാനായി ഉന്തിപ്പറ. പിറവിയൊടുങ്ങാൻ വേണ്ടി നമുക്ക് ഈ ഉന്തുപാട്ടുകൾ പാടാം. ഇതാണ് ഈ കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ തിരുവുന്തിയാർ എന്നുള്ളത് ഒരു തരത്തിലുള്ള ഉന്തുപാട്ടാണ്. പന്ത് ഉന്തിക്കളിക്കുന്ന പെൺകുട്ടികൾ പന്ത് ഉന്തിക്കളിക്കുന്ന പാട്ടിൻ്റെ രൂപത്തിൽ ശിവൻ്റെ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ത്രിപുരന്മാരെ ദഹിപ്പിച്ച കഥയും മറ്റൊന്ന് ദക്ഷയാഗത്തിൽ ദക്ഷൻ്റെ അഹന്തയെ ഇല്ലാതാക്കിയ കഥയുമാണ് ഈ ഉന്തുപാട്ടിൽ മാണിക്യവാചകർ നിബന്ധിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോൾ ഈ യുദ്ധവിജയം എന്നുള്ളത് സത്യത്തിൽ അജ്ഞാനത്തിനെതിരെയുള്ള ജ്ഞാനത്തിൻ്റെ വിജയമാണ്. ജ്ഞാനവെറ്റി എന്നാണ് ഈ ഉപശീർഷകത്തിന് പേര് മാണിക്യവാചകർ കൊടുത്തിരിക്കുന്നത്. ഓം ശിവായ നമഃ.